ഹായ്, ഞാനിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത് ഇതുപോലെ വെറുതെ വേസ്റ്റാക്കി കളയുന്ന സ്ട്രോസ് ഒക്കെ ഉണ്ടല്ലോ. ഒത്തിരി സ്ട്രോകൾ നമുക്ക് ഷോപ്പിൻ്റെ സൈഡിൽ നിന്നൊക്കെ, ബേക്കറി ഷോപ്പിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ ഒത്തിരി കിട്ടാറുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് കളക്ട് ചെയ്ത് വെച്ചിരുന്ന സ്ട്രോസാണ് കേട്ടോ. നമ്മൾ ക്രാഫ്റ്റ് പൂക്കളോ ചെയ്യാനായിട്ട് വാങ്ങിയതൊന്നുമല്ല. അപ്പോൾ നമുക്ക് ക്രാഫ്റ്റ് മെറ്റീരിയൽ ഷോപ്പിൽ നിന്നും ഇതുപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള സ്ട്രോസ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് പൂക്കൾ നല്ല കുറച്ചും കൂടി കളർഫുള്ളായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ കുറച്ച് സ്ട്രോസ് വാങ്ങിയിട്ട് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള കുറച്ച് സ്ട്രോസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിനെ ഒരു 3-4 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 12 പീസ് ഒരു പൂവ് ചെയ്തെടുക്കാനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഇതൾ കട്ട് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇതുപോലെ ഒരു നോർമൽ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് കത്രികയുടെ ഒരു സൈഡ് കൊണ്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്തൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൂവിൻ്റെ ഇതൾ ഇതുപോലെ ഒന്ന് ഷേപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഓരോ പീസും കട്ട് ചെയ്തെടുത്തതിന് ശേഷം പൂവിൻ്റെ ഇതളിൻ്റെ ആ ഒരു ഷേപ്പിലൊന്ന് ഇതുപോലൊന്ന് ജസ്റ്റ് പിടിച്ചൊന്നെടുക്കാം. വളരെ എളുപ്പം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണ് ഈ സ്ട്രോ കൊണ്ടുള്ള പൂക്കൾ. ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഈ ബാക്കി 12 പീസും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു വലിയ സ്ട്രോയും കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പൊന്ന് സ്പ്രിങ് പോലത്തെ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് സ്പ്രിങ് പോലത്തെ രീതിയിൽ ആയി കിട്ടാനായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് മുറിഞ്ഞ് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ ആക്കി ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തേക്കുന്ന കുറച്ച് ഫോം ഷീറ്റാണ്. അത് ഗ്രീൻ കളറിൽ, അത് ലൈറ്റ് ഗ്രീൻ അല്ല, നല്ല ഡാർക്കായിട്ടുള്ള ഒരു ഗ്രീൻ കളറ് ഫോം ഷീറ്റ് എടുത്തിട്ട് വളരെ കുഞ്ഞു പീസിൽ 1 സെൻറ്റിമീറ്റർ വീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ സ്പ്രിങ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പി എടുക്കാം, പൂവ് ചെയ്യാൻ റെഡിയാക്കാം. അപ്പോൾ ഈ കമ്പിയുടെ ഏറ്റവും ടോപ്പിൽ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഫോം ഷീറ്റ് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് കയറ്റിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് ഫെവിബോണ്ടിൻ്റെ ഗ്ലൂവോ അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂവോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ സ്ട്രോ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന പീസ് ഉണ്ടല്ലോ, അതും കൂടി കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫോം ഷീറ്റിൻ്റെ ചുറ്റി വെച്ചിരുന്ന പീസിൻ്റെ ചുറ്റിനായിട്ട് ഈ സ്ട്രോയുടെ പീസും കൂടി ഇതുപോലെ ചുറ്റിച്ച് ഇടയ്ക്ക് കുറേശ്ശെ നമുക്ക് ഗ്ലൂവും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഫില്ല് ചെയ്ത് ഫുള്ളായിട്ടും ഇതൊന്ന് കവർ ചെയ്ത് ചുറ്റിച്ചെടുക്കാവേ. ഇപ്പോൾ ലാസ്റ്റ് പീസിൻ്റെ അവിടെയും കുറച്ചും കൂടി ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചേക്കുമ്പോൾ തന്നെ അത് നല്ലതുപോലെ ഒട്ടിക്കിട്ടും. എന്ന് നടുക്കുള്ള ആ പോർഷനൊക്കെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് വിടർത്തിയെടുക്കാം. ഇനി നമുക്ക് പൂവിൻ്റെ ഇതളുകളെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഓരോ പീസിൽ കുറേശ്ശെ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് 1-2 സെക്കൻഡ് നമുക്കൊന്ന് പിടിച്ചേക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം അടുത്ത ഓരോ പീസുകൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് നൊട്ടിയതിന് ശേഷം ഓരോരോ ഇതളുകളായിട്ട് വീണ്ടും നമുക്കിതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാവേ. നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലുള്ള പൂവ് നമുക്കായി കിട്ടും. നമുക്ക് നല്ല ഡാർക്ക് കളറിലുള്ള പൂക്കൾ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ സ്ട്രോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ പൂക്കൾക്കൊക്കെ ഒരു പ്രത്യേക ഒരു ലുക്കും കൂടെ ആയി കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഓരോ ഇതളുകളായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാനിത് ഉണ്ടാക്കി എടുത്തതിന് ശേഷം നമ്മുടെ സ്ട്രോ കൊണ്ടുള്ള പൂക്കൾ അതൊന്ന് സെറ്റും കൂടി ചെയ്തെടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുതേ. അപ്പോൾ 12 പീസ് ഇതളുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ഇതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയറിലായിട്ട് നമുക്ക് 5 ഇതളുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ബാക്കി വന്ന പീസുകളെല്ലാം ഇതിൻ്റെ പുറകിലായിട്ട് ഓരോന്നോരോന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഏകദേശം നമ്മുടെ പൂവിൻ്റെ ഇതളുകളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്കതിൻ്റെ പുറകിലത്തെ ബാക്കി വർക്കും കൂടി ഒന്ന് ചെയ്തെടുക്കാവേ. അപ്പോൾ അതൊന്ന് ഡ്രൈ ആവട്ടെ. നമുക്കത് ഇതുപോലത്തെ ഒരു ഗ്രീൻ കളറിലുള്ള ചാർട്ടിൻ്റെ പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ കോൺ ഷേപ്പിലൊന്ന് മടക്കി കൊടുത്ത് തിരിച്ചും ഒന്ന് ഫോൾഡ് ചെയ്ത് ആ ഒരു പോർഷനും ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നടുക്കൊന്ന് നമുക്ക് താഴോട്ട് ഇതുപോലെ ഒന്ന് കുഴിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പേപ്പർ പൂവിൻ്റെയൊക്കെ താഴെയായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കത്തില്ലേ, അതേ മെത്തേഡാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. ആ നടുക്കത്തെ പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴെ കുറച്ച് കത്രിക കൊണ്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, ചെറിയൊരു ഓപ്പണിങ്ങിനായിട്ട്. എല്ലാ ഇതളിൻ്റെ ആ ഒരു ഷെയ്ഡിലോട്ട് നമുക്ക് കുറച്ച് ഗ്ലൂവും കൂടി ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പുറകിലായിട്ട് നല്ലതുപോലെ ഒന്ന് ഒട്ടിയിരിക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ബേക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്, നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. താഴോട്ട് കുറച്ച് ഗ്രീൻ ടേപ്പും കൂടി കൊണ്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ സ്ട്രോ കൊണ്ട് ഇത്രയും അധികം പൂക്കൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ലൈറ്റ് കളറായതുകൊണ്ടാണ് ഒരു എടുപ്പില്ലാത്തൊരു പോലത്തെ ഒരു ഷെയ്ഡ് വരുന്നത്. നല്ല ഡാർക്ക് കളറാകുമ്പോൾ കുറച്ചും കൂടി നല്ല ഷേപ്പ് വരും, നല്ലൊരു ഷെയ്ഡും കിട്ടും. ഇനി നമുക്കതിൻ്റെ ലീഫുകളും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ലൈറ്റ് ഗ്രീനിലുള്ള ഒരു സ്ട്രോ എടുത്തിട്ട് കുറച്ച് ആ സ്പ്രിംഗ് പോലത്തെ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ട് ലീഫിൻ്റെ അതേപോലെ തന്നെ നമ്മൾ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് നല്ലതുപോലെ ലീഫിൻ്റെ ഷേപ്പിനൊന്ന് കത്രിക കൊണ്ട് ആക്കി കൊടുക്കാം. നമ്മുടെ ഫോം ഷീറ്റ് എടുക്കാം. വളരെ കുഞ്ഞു പീസിന് വളരെ തിന്നായിട്ട് നീളത്തിന് ഒരു ലെയർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പീസ് നമ്മുടെ സ്ട്രോയുടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പീസിൻ്റെ നടുക്കായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നീളത്തിൽ തന്നെ അതൊന്ന് വെച്ച് കൊടുക്കാം. ബാക്കി വരുന്ന പീസ് നമുക്ക് ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ടൈപ്പ് ലീഫുകൾ ഒരു 7-8 കൂടി ഞാൻ ഇടുന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൂക്കളൊന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് എടുക്കാം. ഓരോ പൂക്കളും നമുക്ക് എടുക്കാം. ജസ്റ്റ് ഒന്ന് വളച്ചൊക്കെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനെ നമുക്കൊന്ന് നീറ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പോൾ 1-2 ലീഫുകൾ നമുക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു പൂവും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് ഗ്രീൻ ടേപ്പ് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഓരോ പൂക്കൾ താഴെയായിട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് നമുക്ക് ചുറ്റിച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോരോ പൂക്കൾ സെറ്റ് ചെയ്ത് കൊടുക്കാവേ. ഇതിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ ചെറിയ കുഞ്ഞു പോളൻസ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ബഞ്ചായിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് ചുറ്റിച്ചെടുത്ത് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ നമ്മുടെ ഈ സ്ട്രോയിൻ്റെ പൂക്കൾക്ക് കുറച്ചും കൂടി ഒരു പ്രത്യേക ഒരു ലുക്ക് കിട്ടും. അപ്പോൾ കയ്യിലുള്ളവർ അതും കൂടി ഒന്ന് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഭംഗിയായിരിക്കും, ചീത്തയായി പോകത്തൊന്നുമില്ല. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അതേ പൂക്കൾ പോലെ തന്നെ നമുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ ഒരു ലീഫിന് ഒരു പ്രത്യേക ഒരു ഭംഗി വന്നിട്ടുണ്ടല്ലേ. നമുക്ക് സാധാ നമ്മൾ ചെയ്യുന്ന ലീഫ് പോലെ ഒന്നല്ല, സ്ട്രോയുടെ നടുക്ക് നമ്മുടെ ഫോം ഷീറ്റും കൂടെ കൊണ്ട് കൊടുത്ത് ചെയ്തെടുത്തൊരു ലീഫ്. അപ്പോൾ നമ്മുടെ പൂക്കളെല്ലാം ഏകദേശം ഇവിടെ ഉണ്ടാക്കിയെടുത്തതെല്ലാം കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കായിട്ട് ഈ ലീഫുകളും കൂടി നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം, ചുറ്റിച്ചെടുക്കാം. ഇതിലിപ്പോൾ നമുക്ക് പൂമ്പൊടികളോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് കുഞ്ഞു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസിൻ്റെ കട്ട് ചെയ്ത പൂക്കളൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും കാണാൻ. അതാണ് നമ്മുടെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്ട്രാവൻ്റുള്ള പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ രീതിയിൽ പൂക്കൾ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കണ്ട. ഞാൻ ഉണ്ടാക്കിയ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള പാഴ്വസ്തുക്കൾ കൊണ്ടുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.